Hello guys, good morning. Very good morning to everyone. So today's പരിപാടി, ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചാല് ഇന്നെന്താ പരിപാടി? ഫുഡ് കഴിക്കാൻ പോവാണ് ഗൈസ്. രാവിലെ എണീച്ചിട്ട് വേറെ ഒരു പണിയില്ലാത്ത ആൾക്കാരമാതിരി ഫുഡ് കഴിക്കാൻ എങ്ങോട്ടാ പോണ്? ചാമ്പ്യൻസ് ഹോട്ടലിലേക്ക് പോണ്. ഓക്കെ, ആശാൻ ഇവിടെ തന്നെ ഉണ്ട്. ചാമ്പ്യൻസ് തുറക്കൂല്ല എന്ന് നിങ്ങൾ കമന്റ് ഇട്ട്, അവിടെ പോയാലേ അറിയുള്ളൂ. അപ്പോ നമ്മള് പിന്നെ അങ്ങനെ ഇല്ലല്ലോ, നമുക്ക് പോയില്ലെങ്കിൽ ഇല്ലാതല്ലേ ഉള്ളൂ. ചാമ്പ്യൻസ് ഇല്ലെങ്കിൽ ചാമ്പ്യൻസ് അല്ലെങ്കിൽ മുംബൈ അല്ലെങ്കിൽ ബോംബെ അല്ലെ, ബോംബെ ഹോട്ടൽസ്, ബോംബെ അങ്ങനെ പറയില്ലോ, ബോംബെ. ഓക്കെ, അപ്പൊ ഇനി അവിടെ എത്തിയിട്ട് അവിടുത്തെ കാണാൻ കഴിച്ചത് കാണാം. ഐശ്വര്യ ഗൈസ്, അതാ ഐശ്വര്യ ബാക്കിൽ വരുന്നുണ്ട്. നമ്മളെ ചെറുതായിട്ട് പണി പാളിയിട്ടൊക്കെ തോന്നുന്നുണ്ട്. ബോട്ടുകളുള്ള എല്ലാ വഴിയും കാണുന്നുണ്ട്. ഗേറ്റ് കടമാണ്, ഗേറ്റ് ക്രോസിംഗ് ആണ്. ഇത് കഴിഞ്ഞാൽ നമ്മൾ അപ്പുറത്തെ ബീച്ചിലെത്തുള്ളൂ. സോ വെയിറ്റ്. വരയ്ക്കൽ ബീച്ച് എന്ന് പറയും. വരയ്ക്കൽ ബീച്ച് ഇവിടുന്ന് നേരെ പോയിട്ട് ഏകദേശം 2 കിലോമീറ്റർ പോയാലാണ് നമ്മുടെ ഹോട്ടലെത്തുക. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. വാക്കിങ്ങും ജോഗിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് എക്സ്പ്ലോർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മൾ എക്സ്പ്ലോർ ചെയ്യും, വേറെ എക്സ്പ്ലോർ ചെയ്യും. ഗൈസ്, അങ്ങനെ നമ്മളത് പട്ടോട് ബീച്ച് കയറി കാലിക്കറ്റ് മെയിൻ ബീച്ചിൽ കൊണ്ടുപോവുകയാണ്. ഇവിടെയാണ് നമ്മുടെ ചാമ്പ്യൻസ് ഹോട്ടലുള്ളത്. കാലിക്കറ്റ് ബെസ്റ്റ് ബീച്ചിലും പൊറാട്ട എന്ന് അവകാശപ്പെടുന്ന ചാമ്പ്യൻസ് ഹോട്ടൽ. സോ ബീച്ചിൽ വൈകിട്ടാണ് മോർണിംഗ് തിരക്കുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. കഴിഞ്ഞ വീഡിയോ കണ്ട ആൾക്കാരാണെങ്കിൽ മനസ്സിലാവും, ഇതാണ് നമ്മളെ ആ സ്പോട്ടിൽ ലൊക്കേഷൻ. ഇത് കൂടിയാണ് നമ്മൾ തേരാപ്പാര അങ്ങോട്ട് പോയി കളിച്ചത്, വീഡിയോ എടുത്ത് കളിച്ചത്. സോ ഗൈസ്, നമ്മളത് നിമിഷങ്ങൾക്ക് നമ്മളത് അവിടെ എത്തിച്ചേരാണ്. തിരിച്ചറ ഇത് നമ്മൾ ഇത് ശരിക്കും ഷോപ്പ് എത്തിച്ചേരാണ്. നല്ല കുഴിയുണ്ട്, കണ്ടും പോകണം. ടുഡേ സൺഡേ. ഇവിടെ കഴിക്കാനുള്ള ആൾക്കാരാണോ അല്ലെങ്കിൽ വാക്കിംഗ് ആയിരിക്കും? വണ്ടിയിൽ നടക്കുന്ന ആൾക്കാരായിരിക്കും, ചിലപ്പോൾ സാധനങ്ങൾ മേടിക്കുന്ന ആൾക്കാരായിരിക്കും, ചിലപ്പം ചാമ്പ്യൻസ് ഹോട്ടലിലേക്ക് വേണ്ടി മാത്രം വന്ന ആൾക്കാരുണ്ടാവും. ഇതാണ് നമ്മളെ കുറ്റിച്ചിറ കുളം. അടിപൊളി വൈബിള്. മഴക്കാലൊക്കെ ആണെങ്കിൽ ഇവിടെ നമുക്ക് ചാടി കുളിക്കാം. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ ചാമ്പ്യൻസ് ഹോട്ടൽ വരുന്നത്. ദാറ്റ്സ് ചാമ്പ്യൻസ് ഹോട്ടൽ. അവരിതാ മറ്റേ സീറ്റൊക്കെ പിടിക്കാൻ വേണ്ടി ഉള്ളോട്ട് കയറിക്കൊണ്ടിരിക്കുന്നു.
എന്തായി കാലിയ ഗൈസ്? കാലി വളരെ കാലി. ഇവിടുത്തെ ഓണിനോടല്ലേ അനിയന്മാരുണ്ട്, ഏട്ടന്മാരുണ്ട്, ഫുൾ ടീമാണ്. ഈ രാവിലെ 3 മണിക്ക് തുറന്ന ഷോപ്പാണ്. 3 മണിക്ക് ഇപ്പോൾ സമയം സമയം 8:45 ആവുന്നുള്ളൂ. ഇത്തരം നിങ്ങൾക്ക് ഇതിൽ തിരക്ക് കാണാം. തിരക്ക് എന്തുകൊണ്ടാണ് വരുന്നത്? അടിപൊളി ഫുഡായതുകൊണ്ടായിരിക്കും. ആയിരിക്കണമല്ലോ. കുറച്ച് സീറ്റ് ഇതാണ്. ഇവർ എണീക്കണം. അപ്പോൾ കാണാം. ഇതൊക്കെയാണ് ഗൈസ് നമുക്കിപ്പോൾ വന്ന് നമ്മളെ പഴംപൊരി, പൊറോട്ട, അരിപ്പത്രി, ഇത് ബീഫ് ചില്ലി, ഇതും ബീഫ് ചില്ലി, പിന്നെ ഇത് ബീഫ് കറിയാണ് ഗൈസ്. ഇത് ബീഫ് കറി, ഇത് ഫിഷ് പൊള്ളിച്ചത്, ഇത് ഗൈസ്. നിങ്ങൾ നമ്മൾ ഇറങ്ങി ഗൈസ്. പുളി ഉണ്ടാവുന്ന അതാണിത്. കണ്ട് പണ്ടത്തെ കാലത്ത് ഞാനും ഫ്രണ്ട്സും കുറേ വന്ന് ഇവിടെ കുളിച്ച് അർമാദിച്ചിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ അത് കാണുമ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലം ഓർമ്മ വരുന്നത്. സോ അങ്ങനെ ഇപ്പോൾ ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല അടിപൊളിയാണ്. നമ്മൾ മറ്റേ ബീഫ് കറി, ബീഫ് ചില്ലി, പൊറോട്ട, പഴംപൊരി, ഉപ്പുമാവ്, കുറേ ഐറ്റംസ്, ചായ, കുറേ ഐറ്റംസ്. നല്ല തിരക്ക് ഗൈസ്. ഞാൻ അവിടെ ചോദിച്ചപ്പം ഷോപ്പ് 3 മണിക്ക് തുറക്കും. 3 മണി, ഏർലി മോർണിംഗ് 3 മണിക്ക് തുറക്കും. അപ്പോഴത്തേക്ക് ഫുള്ള് സാധനങ്ങളാണോ? അപ്പോൾ ഇവർ എപ്പോഴാണ് ഉണ്ടാക്കാൻ തുടങ്ങുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നിട്ട് അങ്ങനെ നമ്മളിത് ഔട്ട്ഡോറിൽ വേറെ സംഭവമുണ്ട്. പക്ഷെ അവിടെ ആൾക്കാർ കുറവുള്ള ആൾക്കാർ മാത്രമേ അങ്ങോട്ട് കയറ്റുള്ളൂ. നമ്മൾ ഫുൾ ടീംസ് ഉള്ളതുകൊണ്ട് അവർ അങ്ങോട്ട് കയറ്റിയിട്ടില്ല. അവിടുന്ന് ഫുഡ് ഓർഡർ ചെയ്ത് അവിടുന്ന് കഴിച്ചിട്ട് ഈ ബാക്കിലുള്ള വ്യൂവും കൂടിയും കാണുമ്പോൾ നല്ല അടിപൊളി വൈബ് ഏരിയ ആയിരിക്കും. ഇവിടെ ഫുൾ ടീംസ് ഉണ്ട്, ഇവിടെ. ഒന്നാമത് തന്നെ ഈ ഏരിയ ഫുള്ള് വണ്ടിയും ഇതൊക്കെ ബ്ലോക്കാണ്. കാരണം എന്താ ചാമ്പ്യൻസ് റെസ്റ്റോറൻറ്റ് ഈ. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇനി നമ്മളിവിടുന്ന് ഇങ്ങോട്ട് വേറെ ഇങ്ങോട്ടില്ല യാത്ര. നമ്മൾ നേരെ വീട്ടിലേക്കാണ്. സോ ഇന്ന് കുറച്ച് കലാപരിപാടികൾ ഉണ്ട്. സോ കാരണം വെച്ചാൽ നാളെ സിനിമ പോവാണ്. നാളെ മോർണിംഗ് 5 മണിക്കാണ് ഫ്ലൈറ്റ്. 5 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം. 8 മണിക്കാണ് ഫ്ലൈറ്റ്, സോറി. സോ ഇന്നത്തെ കുറേ പാക്കിംഗ് പരിപാടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ഇന്ന് നമ്മളെ വ്ളോഗിൽ സ്വാധീനം തിരിച്ചൊന്നുമില്ല. കാരണം അവർ കിടന്ന് ഉറങ്ങിയായിരുന്നു ഗൈസ്. ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ എണീക്കണം. അപ്പം ഓർക്ക് പിന്നെ അതില്ലാത്തതുകൊണ്ട് പിന്നെ ഒരു കിടന്ന് ഉറങ്ങി. അപ്പം ഇന്നത്തെ ദിവസം ഇങ്ങനെയായിരുന്നു. സോ ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. ഗ്രീക്ക് വ്ളോഗ്സ്.